ഫ്രണ്ട്സ്, ഞാൻ ഫെബി. ഇന്ന് എൻ്റെ ഉപ്പയും ബ്രദറും 6 മാസത്തെ ലീവ് കഴിഞ്ഞ് തിരിച്ച് ഗൾഫിലോട്ട് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി കട്ടിലിൽ അടുക്കി വെച്ചിരിക്കുന്ന സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ വിഷമമുള്ളതാണ് കേട്ടോ. കാരണം അവർ ഒരുമിച്ച് നാട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഒരുമിച്ച് തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ട അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഒരുമിച്ച് നാട്ടിലേക്ക് വരാനും ഒരു കാരണം ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഉപ്പാക്ക് ബ്ലോക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തതുകൊണ്ട് അവനും കൂടെ വന്നതായിരുന്നു. അങ്ങനെ ഉപ്പാന്റെ സർജറി റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ എൻ്റെ അനിയൻ മാറി നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഈ വന്നിട്ട് 6 മാസമായിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊന്നും നീ പ്രത്യക്ഷപ്പെടുന്നില്ല, പോകുമ്പോഴെങ്കിലും ഒന്ന് ക്യാമറയുടെ മുന്നിലേക്ക് വായോ പറഞ്ഞപ്പോൾ അവൻ എന്നാ ഓക്കെ എന്നും പറഞ്ഞിട്ടൊന്ന് വന്ന് മുഖം കാണിച്ച സീനാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഉപ്പ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ഞങ്ങളെല്ലാം മടക്കി കട്ടിൽ വെച്ച് കൊടുത്തു. പിന്നെ പാക്ക് ചെയ്യുന്നത് അവർ തന്നെയാണ്, കാരണം അവർക്കല്ലേ അറിയുള്ളൂ അവർക്ക് എന്താ വേണ്ടത്, എങ്ങനെ വെക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഉപ്പയും ബ്രദറും കൂടെ കൂടിയിട്ട് അവർ രണ്ടുപേരും അവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നത് കണ്ടിട്ട് സങ്കടവും വിഷമമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ. സത്യത്തിൽ അവരെങ്ങനെ കരയുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ വലിയ വിഷമമാണ് ഫാബിമോനെ പിരിയുന്നത് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, അവൻ കളിയും ചിരിയും ഒക്കെ തുടങ്ങിയിട്ടുള്ളൊരു സമയമാണല്ലോ ഇപ്പോൾ. അത് മാത്രമല്ല, അവന് ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയത് ഉപ്പയായിട്ടായിരുന്നു കേട്ടോ. ഉപ്പാക്കും തന്നെ പണികൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഉപ്പ 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ കുട്ടീനെ വന്നൊന്ന് കണ്ട് കളിപ്പിച്ചിട്ട് ഇപ്പോൾ പോവുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും നല്ല കെമിസ്ട്രി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് ഇമോഷണൽ ഭാഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ക്യാമറയിൽ എടുത്തില്ല, അത്യാവശ്യം വേണ്ടത് മാത്രം ഷൂട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഉപ്പാനെ സംബന്ധിച്ച് ഇത്തരം അവസ്ഥകളൊക്കെ ഉപ്പ ഇതിന് മുന്നേ അഭിമുഖീകരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഉപ്പ ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ പ്രവാസിയാണ്. അന്ന് ബ്രദറിന് 2-3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ബ്രദറും ഉപ്പയും കൂടെ പ്രവാസികളായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ സ്വപ്നങ്ങൾ തലയിലേറ്റി പോകുന്ന എല്ലാ പ്രവാസികളുടെ എല്ലാ ഉദ്ദേശങ്ങളും നടക്കട്ടെ. പ്രവാസികളുടെ മാത്രമല്ല കേട്ടോ, നാട്ടിലുള്ളവർ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ.